പത്തനംതിട്ട തിരുവല്ലയിൽ അമ്മയെയും കുഞ്ഞുങ്ങളെയും കാണാതായ സംഭവത്തിൽ റീനയുടെ ഭർത്താവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കവിയൂരിലെ വീട്ടിലാണ് അനീഷ് മാത്യുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനീഷിന്റെ ഭാര്യ റീനയെയും 2 പെൺകുഞ്ഞുങ്ങളെയും 2 ആഴ്ച മുൻപാണ് കാണാതായത്. അനീഷിന്റെ ആത്മഹത്യയ്ക്ക് കാരണം പോലീസിന്റെ മാനസിക പീഡനമെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. കാണാതായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങളുടെ അനിയനെ അന്ന് തൊട്ട് പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ SI, CI ഉൾപ്പെടെയുള്ള പോലീസുകാരെല്ലാം വിളിച്ച് നിരന്തര ചോദ്യം ചെയ്യലിലും മാനസിക പീഡനങ്ങളും അനുഭവിച്ചു. രാവിലെ പോയ വൈകുന്നേരം 10:30 വരെയൊക്കെ ആയിരുന്നു അവിടെ പിടിച്ചിരുത്തുന്നത്. നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കാണാതെ പോയതിന് നീ എഴുതി ഒപ്പിട്ട് തന്നാലേ ഞങ്ങൾക്ക് പത്രത്തിലോ പരസ്യമൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് എഴുതി ഒരു സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിച്ചു. അതിൻ്റെ മാനസിക പീഡനം വളരെയധികമായിരുന്നു. അവൻ ഞങ്ങളോടും മിണ്ടുന്നില്ല, ആരോടും മിണ്ടുന്നുമില്ല, എടുക്കുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാം നിരന്തരം അവരോട് ചോദിക്കുന്നു. പോലീസുകാർ പറഞ്ഞു ഇവൻ കൊന്നു എന്നാണ് അവർ പറയുന്നത്. ഇവനിൽ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ അന്വേഷണങ്ങൾ മൊത്തം. ജയശങ്കറുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് വൈകിട്ടോടു കൂടിയാണ് അനീഷ് മാത്യുവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റീനയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. 2 ആഴ്ചയിലധികമായി റീനയും 2 കുഞ്ഞുങ്ങളെയും കാണാതായിട്ട്. ഇതിന് പിന്നാലെ നിരവധി തവണ പോലീസ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു. തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പേരിൽ അനീഷിനെ മാനസികമായി പോലീസ് പീഡിപ്പിച്ചു എന്നാണ് ഈ അനീഷിന്റെ കുടുംബം നിലവിൽ ആക്ഷേപിക്കുന്നത്. ആ മാനസിക വിഷമങ്ങളാണ് ഇത്തരത്തിൽ ജീവനൊടുക്കാൻ കാരണമായതെന്നും ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ ഇദ്ദേഹത്തിന്റെ ബന്ധു നീതു മനോജ് നിലവിൽ പറയുന്നുണ്ട്. എന്തായാലും പക്ഷേ ഈ ആരോപണങ്ങൾ പോലീസ് തള്ളുകയാണ്. തിരോധാന കേസുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളുണ്ടെന്നും ഈ സംശയങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പുളിങ്കീഴ് പോലീസിലാണ് ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ നടന്നു വരുന്നത്. എന്തായാലും പോലീസ് ഇത്തരം ആക്ഷേപങ്ങളെ തള്ളുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അടിമുടി ദുരൂഹതയാണ്. ഒരു അമ്മയും 2 മക്കളെയും കാണാതായിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. അതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഇവരുടെ ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്ന സാഹചര്യമാണ്. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ജയശങ്കർ, പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.